ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു കുഞ്ഞു വ്ളോഗായിട്ട്. ഓക്കെ, ഇന്ന് ജീജുവിൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ഉണ്ട്. അപ്പോൾ ആൾക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട്. അത് ഞാൻ ഒരു വ്ളോഗായിട്ട് എടുക്കാൻ വിചാരിച്ച്. പിന്നെ ഇന്നലെ ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തിട്ട് വെച്ചിനൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിട്ട്, ബട്ട് അത് ഫ്ലോപ്പായി. അത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഫങ്ഷനാണ്. ഫങ്ഷൻ മീൻസ് എൻ്റെ പേരുന്ന് ഇങ്ങനെ വരുന്നു, പിന്നെ വേറെ ഒരു കസിൻ സിസ്റ്ററെല്ലാം വരുന്നിട്ട് ഒരു ചെറിയൊരു ഫങ്ഷൻ. അപ്പോൾ അതിലേക്ക് കുറേ ഫുഡെല്ലാം കുക്കാക്കുന്ന അങ്ങനത്തെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു വ്ളോഗായിട്ട് എടുക്കാൻ വിചാരിച്ചിട്ട് കുറച്ച് ക്ലിപ്പിങ്സ് എല്ലാം എടുത്ത് വെച്ച്, പിന്നെ തിരക്കായി ഫുഡ് കുറേ ആക്കണം. അങ്ങനെ ഫുള്ള് തിരക്കായിട്ട് ആ വീഡിയോ ആഡ് കുറച്ച് എടുത്തിട്ട് ബാക്കിയാണ്. ആ ക്ലിപ്പിങ്സ് ഞാൻ ഇതിൽ ആഡ് ആക്കാം. പിന്നെ എന്തെന്നല്ലെങ്കിൽ അക്കുച്ച ദുബൈക്ക് പോയി. സോ അക്കുച്ച ഇപ്പം ഇല്ല. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ഫങ്ഷനിക്ക് പോകുന്നത് തൗഫി, ഞാൻ, ഉമ്മ, ഉപ്പ, ഞങ്ങൾ നാലാളാണ് ഇവിടുന്ന് ഇപ്പോൾ ഫങ്ഷനിക്ക് പോകുന്നത്. എൻ്റെ അക്കുച്ച സൂൺ വരുന്നതായിരിക്കും. അപ്പോൾ അക്കുച്ച വന്നിട്ടായിട്ട് കുറേ വ്ളോഗെല്ലാം ഇടാം. അക്കുച്ച ഇല്ലാത്തതിനോണ്ട് വ്ളോഗ് ഇടാൻ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കുറേ കഴിഞ്ഞാൽ ഇപ്പോൾ വ്ളോഗ് ഇടാത്ത ഒരു Q&A വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 month ആവാനായിന്ന് തോന്നുന്നു എനിക്ക്. അതിനൊരു ഷോർട്സ് ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞ്. അപ്പോൾ അതിൽ അപ്ലോഡ് വീഡിയോ ആക്കണമെന്നെല്ലാം ഉണ്ട്. ബട്ട് അതെന്തോ കഴിയുന്നില്ല. അത് ലെങ്ത്തുള്ള വീഡിയോ ആയതുകൊണ്ട് എൻ്റെ ഫോണിന് അപ്ലോഡ് ആക്കാനാകുന്നില്ല. എനിക്ക് വൈഫൈ കണക്ഷൻ അങ്ങനെയെല്ലാം വേണം. സോ അത് ഇടില്ലാത്തതുകൊണ്ട് ആ വീഡിയോ അവിടെ ബാക്കിയായിനെ. അപ്പോൾ അത് ഞാൻ സൂൺ അപ്ലോഡ് ആക്കുന്നതാണ്. ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഫുൾ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഫേസിലേക്കെല്ലാം ഇട്ടിന് അപ്ലൈ ആക്കി ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ, മസ്കറ, കാജൽ, അത് ഇത്രയായിട്ട്, പിന്നെ സൺ പ്രൊട്ടക്ഷനും ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി ഡ്രസ്സിങ് അങ്ങനെ എന്താക്കുന്നുണ്ട്. ജസ്റ്റ് ഞങ്ങൾ ഫങ്ഷൻ്റെ അടുക്ക് പോയിട്ട് വരുന്നപ്പോൾ പർദ്ദ ഇട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ പർദ്ദയാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു ന്യൂ പർദ്ദ. ഓക്കെ, ഒരു പ്ലെയിൻ പർദ്ദ, ഫുൾ പ്ലെയിൻ. ഇങ്ങനത്തെ പർദ്ദ ഇടാനാണ് എനിക്കിഷ്ടം. ഇത് ജസ്റ്റ് കൈ ഇങ്ങനെ ആൻഡ് പർദ്ദൻ്റെ താഴെ അങ്ങനെ ഒരു കട്ട് ജസ്റ്റ് ചെറുങ്ങനെ. അപ്പോൾ ഈ പർദ്ദയാണ് ഞാൻ ഇടുന്നത് ഇപ്പോൾ പോകുമ്പോൾ. ആൻഡ് ഒരു ഹീൽസ് കളക്ഷൻ വീഡിയോ എല്ലാം ആക്കണമെന്ന് എനിക്കുണ്ട്. ബട്ട് കഴിയുന്നില്ല. പ്ലാൻ ആക്കുന്നതൊന്നും അങ്ങനെ എടുക്കാൻ കഴിയുന്നില്ല. ഈ ഹീലാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനത്തെ ഹീലൊക്കെ, ഇങ്ങനത്തെ ഹീൽസ് എല്ലാം ഇടാനാണ് എനിക്കിഷ്ടം. ഫ്ലാറ്റ് ചപ്പൽസ് എല്ലാം കുറവ് ഞാൻ യൂസ് ആക്കാം. അപ്പോൾ അതാണ്, ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ഞാൻ പോകുന്നതിൻ്റെതെല്ലാം പിന്നെ കാണാം. അപ്പോൾ ഇതിനെന്ത് ചെല്ലാൻ കുറേ എന്ത് കിട്ടുന്നില്ല എനിക്ക്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഫങ്ഷൻ്റെ അടുക്ക് പോയിക്കൊണ്ടുള്ളത്. അതായത് ഞാൻ തൗഫി, ഉമ്മ ഇങ്ങനെ പോകുന്നുള്ളത്. ഉപ്പ ഫസ്റ്റ് ഡേ പോയി. പിന്നെ ഞങ്ങൾ ഫങ്ഷൻ്റെ അടുക്ക് എത്തിയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ആക്കി പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് റിട്ടേൺ പോയിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ കാണുന്ന ക്ലിപ്പിങ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായാലേ പോയിട്ടില്ല ഫങ്ഷൻ, ചെറുങ്ങനെ ഫങ്ഷൻ ഉണ്ടായി അപ്പോൾ ആക്കുന്ന ഫുഡാണിത്. കുറച്ച് ക്ലിപ്പിങ്സ് എടുത്തിന്, ബട്ട് അത് ഒരു വ്ളോഗായിട്ട് എടുക്കാനൊന്നും ടൈം കിട്ടിയിട്ടായി. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത് ബീഫെന്ന് തോന്നുന്നു. ബീഫ് കറിയാക്കാൻ വേണ്ടിയിട്ട് അത് ഫുള്ള് മിക്സ് ആക്കുന്നുള്ളത്. അക്കുച്ചാൻ്റെ സിസ്റ്ററാണ് ഇതാക്കുന്ന ബീഫിൻ്റെ ഇതെല്ലാം ആയിക്കൊണ്ടുണ്ടായത്. പിന്നെ മട്ടന് അതെല്ലാം ഉണ്ട്. മട്ടൻ അങ്ങനത്തതെല്ലാം ആക്കുന്നതിൻ്റെ ക്ലിപ്പിങ്സും നമുക്ക് എടുക്കാനേ കഴിഞ്ഞിട്ട്. പിന്നെ ഫിഷെല്ലാം ഫ്രൈ ആക്കാൻ വെച്ച്, പിന്നെ കുറച്ച് വെജിറ്റബിൾ കറി, ബീൻസ് കറി, പിന്നെ മന്തിയാണ് ഇതുണ്ടായത്. ഫുഡ് ചോറ് മന്തി ആക്കിയത്. ഇതിപ്പോൾ മട്ടൻ കറി, പിന്നെ നൂഡിൽസ് എല്ലാം ആക്കി ഞാൻ. നൂഡിൽസ്, ബീഫിൻ്റെ കറിയൊക്കെ. ഇതിൻ്റെ നൂഡിൽസ് ഇപ്പോൾ ബോയിലാവാൻ വെച്ചിട്ടുള്ളത്. പിന്നെ നൂഡിൽസ് എല്ലാം റെഡിയായി. അതിന് കുറച്ചെല്ലാം ഞാൻ തിന്ന്. പിന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ അതെല്ലാം റെഡിയായി. ഇനി ഞങ്ങൾ ക്യാരറ്റ് ഹൽവ ആക്കിയിട്ടുണ്ടായി. ക്യാരറ്റ് ഹൽവ 1 day ബിഫോർ നൈറ്റ് തന്നെ ഫുള്ള് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിനാണ്. ഇത് ഇപ്പോൾ ഗ്രേറ്റ് ആയിക്കൊണ്ടുള്ളത്. ഈ ക്യാരറ്റ് ഹൽവ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റെല്ലാം ഗ്രേറ്റാക്കി കുറച്ച് തന്നെ എടുത്തിന് ഞങ്ങൾ. അങ്ങനെ ഗ്രേറ്റാക്കിയിട്ട് അതിനെ പോയിട്ട് കുക്കറിലിട്ടിട്ട് വെക്കുന്ന എന്തല്ലെങ്കിൽ കുറച്ച് ബിയ്യം അത് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് കുറച്ച് നേരം കുക്കറിലിട്ടിട്ട് അത് വേവിച്ചിട്ട് എടുക്കണം. അപ്പോൾ കുക്കറിൽ ഗ്രേറ്റ് ആക്കിയ ക്യാരറ്റും കുറച്ച് ഷുഗറും
മിൽക്ക് ഇട്ടിട്ട് കുക്കറിനെ ക്ലോസ് ആക്കിയിട്ട് ഒരു 4-5 വിസിലോളം 4 വിസിലിട്ടിന അത്ര വിസിലിട്ടിട്ട് ആയിട്ട് അത് ഞങ്ങൾ കുക്കറിന് എടുത്തിട്ട് വേറൊരു പാനിലേക്ക് ഇടുന്നത്. ഉള്ള ആ പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനെ ബയോട്ടൈക്ക് തന്നെ ഒഴിച്ച് അത് നമ്മളെന്ത് കുറേ ആൾക്കാർ അങ്ങനെ ആക്കുന്നുണ്ടാവും. പാക്കറ്റിനുള്ള കുറച്ച് വെള്ളം ഇട്ടിട്ട് വേസ്റ്റ് ആക്കാൻ പാടില്ലല്ലോ ഫുഡ്. പിന്നെ കുക്കർ ഇതാക്കി ക്ലോസ് ആക്കിയിട്ട് അത് ബോയിലാവാൻ വേണ്ടിയിട്ട് വെച്ച്, ബോയിലല്ല ഫുള്ള് കുക്കായിട്ട് വരാൻ. പിന്നെ അത് കുക്കായിട്ട് വന്നിട്ട് നമുക്ക് കുക്കറിന് വേറെ ഒരു പാത്രത്തേക്ക് ഈ ക്യാരറ്റെല്ലാം ഇതാക്കി ചേഞ്ച് ആക്കി ഒരു നല്ല വൈഡായിട്ടുള്ള ഒരു പാത്രത്തേക്ക് ഇട്ടു. പിന്നെ ബയോട്ട് അതിലേക്ക് മിൽക്ക് ഒഴിച്ചിട്ട് ഇത് കുക്കാവാൻ വെച്ച്. ഇത് ഡ്രൈ ആവും, അത് എന്ത് കുക്കായിട്ട് അതിൻ്റെ ഇത് പാല് ഡ്രൈ ആവുമ്പോഴും ബയോട്ടും വെള്ളം ഒഴിച്ചിട്ട് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് മിൽക്കിൽ ഫുൾ ബോയിൽ ഇത് എന്ത് ബന്ധിട്ടല്ലായി. പിന്നെ കുറച്ച് ഇത് ഗീ അതിൻ്റെ മിഡിൽ ഇട്ടിട്ട് അതിലേക്ക് കിസ്മിസും കാഷ്യൂ എല്ലാം ഇട്ടിട്ട് കുറച്ച് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നത്. അതിന് ഇപ്പം അത് കിസ്മിസ് ഇട്ട് കുറച്ചും കാഷ്യൂ ഇട്ടിട്ട് കുറച്ച് നേരം റോസ്റ്റാക്കി ആ ഗീയിൽ തന്നെ അത് അതിൻ്റെ സൈഡിലുള്ള വാട്ടർ കണ്ടൻറ്റ് എല്ലാം ഫുള്ള് ഡ്രൈ ആയ പിന്നെ ഫുൾ അത് മിക്സ് ആക്കുന്നത്. കിസ്മിസും കാഷ്യൂം നല്ല റോസ്റ്റായി പിന്നെ ഈ ക്യാരറ്റും എല്ലാം ഫുള്ള് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത്. നല്ലോണം മിക്സ് ആക്കണം. പിന്നെ അത് ഫുള്ള് ഡ്രൈ ആയിന്, അതിലുള്ള മിൽക്കിൻ്റെ കണ്ടൻറ്റും വാട്ടറും അത് അങ്ങനത്തെ എല്ലാം ഫുള്ള് ഡ്രൈ ആയിട്ട് ഫുള്ള് കുക്കായിട്ടാകുമ്പോൾ നമ്മൾ അത് ഓഫാക്കിയിട്ട് കുറച്ച് കൂളാവാൻ വെക്കുന്നത്. കൂളായ പിന്നെ ഫ്രിഡ്ജിലും സ്റ്റോറാക്കാം, പുറത്ത് സ്റ്റോറാക്കി എന്താന്നില്ല എന്ന് തോന്നുന്നു നാളേക്ക്. പിന്നെ ഇത് സെർവ് ആക്കുന്നത് കുറച്ച് സൈഡിൽ കുറച്ച് ഐസ്ക്രീമും ക്യാരറ്റ് ഹൽവ ഇട്ടിട്ടാണ് ഞങ്ങൾ സെർവ് ആക്കിയത്. പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം സെർവ് ആക്കിയവർക്ക് ഫുഡെല്ലാം സെർവ് ആക്കിയിട്ട് കൊടുത്തു. ഇതെല്ലാം കാണുന്ന പാത്രം എനിക്ക് ഫുള്ള് വാഷ് ആക്കിയിട്ട് എടുത്ത് വെക്കാനുള്ള പാത്രം ഫങ്ഷനെല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ക്ലിപ്പിങ്സ് എല്ലാം കണ്ടല്ലേ നിങ്ങൾ. ഞങ്ങൾക്കിത് വോയിസ് ഓവർ കൊടുത്തത് നിന്നെ അടുത്ത വീഡിയോ ക്ലിപ്പിങ്സ് ആ ഫുഡിൻ്റെ അങ്ങനത്തതെല്ലാം വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നേരെ അതിനാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ വ്ളോഗ് ഇത്ര തന്നെ, ഒരു ചെറിയ വ്ളോഗ്. പിന്നെന്താ അടുത്ത വ്ളോഗായിട്ട് സൂൺ ഞാൻ പോസ്റ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.